ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്പി ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് നമ്മുടെ വെള്ളക്കടല നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൂടെ ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടർ ആഡ് ചെയ്തിട്ട് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഏകദേശം ഒരു നന്നായിട്ട് അങ്ങോട്ട് ഇതാവണ്ട, ഏകദേശം ഒരു ഹാഫായിട്ട് ഇതുപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. ഏകദേശം ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നു. ഇത് ഓപ്ഷണലാണ്, അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ടിട്ട് ഞാൻ സോസിലേക്ക് കിടന്നതാണ്. നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടൈം വേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്തായാലും ടൊമാറ്റോൻ്റെ ഫ്ലേവർ ഇതിൽ മസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ആ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെള്ളക്കടല ചിക്പി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിള വരുന്ന ടൈം കൊണ്ട് ഞാൻ ഏകദേശം ഒരു ഗ്ലാസിൻ്റെ പകുതി ചിക്പി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച് വെച്ചത്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഏകദേശം 4 ടേബിൾ സ്പൂണോളം യോഗർട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. യോഗർട്ട് അല്ലെങ്കിൽ നമ്മുടെ തൈര് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഗ്രേവി ആഡ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ കറി. കണ്ടില്ലേ, ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തിളയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അഡീഷണൽ ബട്ടർ കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബട്ടർ ചിക്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ബട്ടർ ചിക്കൻ്റെയൊക്കെ ഏകദേശം ഒരു ഫ്ലേവർ വരും. ആക്ച്വൽ ആ ചിക്കൻ്റെ ഫ്ലേവർ ഇതിലേക്ക് മാറ്റി നിർത്തിയാൽ കറക്റ്റ് ആ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെയൊക്കെ കറക്റ്റ് മാച്ചാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.